പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട 3 ഇൻഫോർമേഷനുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ച സ്റ്റഡി കിറ്റിന്റെ കണക്കെടുപ്പ് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഇതോടൊപ്പം ഓണം ക്രിസ്മസ് പരീക്ഷകൾ നടത്താൻ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ജൂൺ മാസത്തിൽ 2 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾക്കുള്ള വാക്സിനേഷൻ നടപടികൾ തുടങ്ങുകയാണ്. വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഈ വീഡിയോ ആദ്യമൊന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക. വീഡിയോ ഉപകാരപ്രദമാവുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. കുട്ടികളിലെ വാക്സിൻ പരീക്ഷണം ജൂൺ മാസത്തിൽ തുടങ്ങിയേക്കുമെന്ന് വാക്സിൻ നിർമ്മാതാക്കളായ ഭാരത് ബയോടെക്. സെപ്റ്റംബറിന് മുമ്പ് അന്തിമ അനുമതി പ്രതീക്ഷിക്കുന്നതായും ഭാരത് ബയോടെക് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ് വിദ്യാഭ്യാസ മന്ത്രിയിൽ നിന്നുള്ളതാണ്. കോവിഡ് വ്യാപനത്തിന്റെ തീവ്രത കുറഞ്ഞാൽ അധ്യാപകരെ വിദ്യാലയത്തിലെത്തിച്ച് നിയന്ത്രണങ്ങളോടെ ക്ലാസുകൾ തുടങ്ങുന്ന കാര്യം ആലോചിക്കും. ഇതോടൊപ്പം ഓണം ക്രിസ്മസ് പരീക്ഷകൾ വേണമെന്ന ആവശ്യത്തിന് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി മുഹമ്മദ് ഹനീഷിന്റെ മറുപടി ഇപ്രകാരമായിരുന്നു: പരീക്ഷകൾ നടത്തിയാൽ മാത്രമേ കുട്ടികളിൽ പഠിക്കാനുള്ള താല്പര്യം ഉണ്ടാവുകയുള്ളൂ. സ്പോട്ട് ടെസ്റ്റുകൾ ഉൾപ്പെടെയുള്ള സാധ്യതകൾ തേടും. പരീക്ഷകൾക്കും വർക്ക്ഷീറ്റുകൾക്കും പൊതു മാർഗരേഖകൾ കൊണ്ടുവരും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതോടൊപ്പം ഈ വർഷം ഒരു ടീച്ചർ ടിവിയിലൂടെ ക്ലാസ് എടുക്കുന്ന സമയത്ത് മറ്റൊരു ടീച്ചർ കുട്ടിയുമായി നേരിട്ട് ആശയവിനിമയം നടത്തുന്ന സംവിധാനമാണ് ആലോചിക്കുന്നത്. ഇതിനായി കൈറ്റ് ജി-ഷീറ്റ് പ്ലാറ്റ്ഫോം ലഭ്യമാക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പിനെ അറിയിച്ചിട്ടുണ്ട്. അടുത്ത അറിയിപ്പാണ് വളരെ പ്രധാനപ്പെട്ടത്. വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന സ്റ്റഡി കിറ്റിനെ കുറിച്ചുള്ള അറിയിപ്പാണ്. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ കൈറ്റ് വിക്ടേഴ്സ് ചാനൽ സംപ്രേഷണം ചെയ്യുന്ന ക്ലാസുകൾ കാണാൻ സാധിക്കാത്തവരുടെ കണക്ക് വീണ്ടും പൊതുവിദ്യാഭ്യാസ വകുപ്പ് ശേഖരിക്കുന്നു. പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി. മുൻ വർഷം 2,62,000 വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ ഡിജിറ്റൽ സൗകര്യമില്ല എന്ന് കണ്ടെത്തുകയും അവർക്കുള്ള സൗകര്യം ഉറപ്പാക്കുകയും ചെയ്തിരുന്നു. വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി സ്റ്റഡി കിറ്റ് ലഭ്യമാകുന്ന കാര്യം ആലോചിക്കുമെന്ന് മന്ത്രി പറഞ്ഞിരുന്നു. മന്ത്രിയായി ചുമതലയേറ്റ ശേഷം നടന്ന ആദ്യ യോഗത്തിൽ തന്നെ ഡിജിറ്റൽ പഠന സൗകര്യമില്ലാത്ത വിദ്യാർത്ഥികളുടെ വിവരശേഖരണം വീണ്ടും നടത്താൻ ശിവൻകുട്ടി നിർദ്ദേശം നൽകിയിരുന്നു. Thanks for watching.